بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മോഡൽ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ചേർത്തെഴുതാനാണ്. 6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിൽ ഓരോ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ വാക്കുകൾ ഇടത് സൈഡിൽ ഒരു ബോക്സിലുണ്ട് താനും. അപ്പോൾ നമുക്ക് ആ ബോക്സിലുള്ള വാക്കുകളൊന്ന് ആദ്യം നോക്കുക. യദ്റുസാനി, തൽഅബാനി, ദഹബ, യർജിഉ, യക്തുബുന, ശരിബുന. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തത് ലബീബ വജുമാന, ലബീബത്തു വജുമാനത്തു ഡാഷ് ബിൽ ഹബിലി, ലബീബയും ജുമാനയും ബിൽ ഹബിലി കയറുകൊണ്ട്. ഇനി അവിടെ കളിക്കുന്നു, കളിയിലേക്ക് കളിക്കുന്നവരാണ് എന്നർത്ഥം കിട്ടേണ്ട വാക്ക് ഏതാണ് ഇവിടെ ചേർക്കാനുള്ളത്? തൽ അബാനി എന്നാണ്. തൽ അബാനി നമ്മൾ നോക്കണം. ലബീബ വജുമാന 2 ആളുണ്ട്, അപ്പോൾ അത് മുസന്നയാണ്. പിന്നെ 2ഉം സ്ത്രീകളായതുകൊണ്ട് അത് മുഅന്നസും കൂടിയാണ്. അപ്പോൾ മുസന്ന മുഅന്നസായ ഒരു പദമാണ് ഇവിടെ വേണ്ടത്. അത് ഇതിലുള്ളത് തൽ അബാനിയാണ്. ഇനി രണ്ടാമത്തത് ഹാമിദുൻ വ ഖാലിദുൻ, ഹാമിദും ഖാലിദും ഡാഷ് ഫി സൊഫിൽ ഖാമിസി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നർത്ഥം. 2 പേരും പഠിക്കുന്നു എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ് വേണ്ടത്. അതിവിടെ യോജിപ്പിക്കേണ്ടത് യദ്റുസാനി എന്നാണ്. യദ്റുസാനി. ഇവിടെ ഹാമിദും വഖാലിദും നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2ഉം ആണുങ്ങളാണ്. അപ്പോൾ അതവിടെ മുദക്കർ വേണം. പിന്നെ അതേപോലെ തന്നെ 2 ആളാണ്. അപ്പോൾ അതവിടെ മുസന്ന. അപ്പോൾ മുദക്കർ, മുസന്ന മുദക്കറായൊരു പദമാണ് വേണ്ടത്. അതിവിടെ ഉള്ളത് യദ്റുസാനി എന്നാണ്. ഇനി അതേപോലെ തന്നെ അൽബനാത്തു, വിദ്യാർത്ഥിനികൾ ഡാഷ് അൽ ഹലീബ, പാല് കുടിച്ചു, അവർ കുടിച്ചു എന്ന് വേണം. അപ്പോൾ വിദ്യാർത്ഥിനികൾ എന്ന് പറഞ്ഞാൽ ജം ആണ്, പിന്നെ സ്ത്രീകളായതുകൊണ്ട് മുഅന്നസാണ്. അപ്പോൾ ജം മുഅന്നസായ യോജിക്കുന്ന ഒരു പദമാണ് വേണ്ടത്. അർത്ഥം കൂടി യോജിക്കണം. അപ്പോൾ ഇവിടെ ശരിബുന എന്നുള്ളത് പാല് കുടിച്ചു എന്നാണല്ലോ. യക്തുബന എന്ന് പറഞ്ഞതും ജം മുഅന്നസായ ഒരു പദമാണ്, പക്ഷേ അർത്ഥം യോജിക്കുമല്ലോ. വിദ്യാർത്ഥിനികൾ പാല് എഴുതി എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അൽബനാത്തു ഷെരിബിനൽ ഹലീബ എന്നാണ് ശരിക്കുത്തരം വരിക. ഇനി 4മത്തത് അദ്ദാരിസാത്തു, അവിടെയും വിദ്യാർത്ഥിനികൾ ഡാഷ് അത്തദ്രീബാത്ത്, വർക്കുകൾ എഴുതുന്നു എന്നുള്ള അർത്ഥമാണ്. അവർ എഴുതുന്നു എന്നുള്ള അർത്ഥം വേണം. അത് ദാരിസാത്ത് വിദ്യാർത്ഥിനികളായതുകൊണ്ട് ജം ആവണം, മുഅന്നസും ആവണം. അപ്പോൾ അവിടെ യക്തുബിന അർത്ഥം യോജിക്കണം. യക്തുബിനാണ് അവിടെ യോജിക്കുക. അദ്ദാരിസാത്തു യക്തുബുന തദ്രീബാത്ത്. ഇനി 5മത്തത് അദ്ദാരിസു ഡാഷ് മിനൽ മദ്രസത്തി, അദ്ദാരിസു വിദ്യാർത്ഥി ഡാഷ് മിനൽ മദ്രസ, മദ്രസയിൽ നിന്ന്. ഇനി ഇവിടെ മടങ്ങുന്നു അർത്ഥമുള്ള പദമാണ് വേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ദാരിസ് എന്നുള്ളത് മുഫ്രദാണ്, ഒന്നുള്ളല്ലോ, ഒരാളുള്ളൂ. അപ്പോൾ മുഫ്രദാണ്. പിന്നെ മുദക്കറാണ്. അപ്പോൾ മുഫ്രദ് മുദക്കറായൊരു പദമാണ് വേണ്ടത്. ഇവിടെ യർജിഉ എന്നാണ്. അദ്ദാരിസു യർജിഉ മിനൽ മദ്രസത്തി. ഇനി 6മത്തത് അസ്സാരി ആനി ഡാഷ് ഇലൽ മസ്റഅത്തി സ്വബാഹൻ, 2 കർഷകർ കൃഷിയിടത്തിലേക്ക് രാവിലെ. 2 പേരും പോയി എന്നുള്ള അർത്ഥമാണ് വേണ്ടത്. 2 പേരും പോയി. അപ്പോൾ മറ്റേ മുസന്നയാവണം, മുദക്കറും ആവണം. സാരി ആനി എന്നാണല്ലോ. മുസന്ന മുദക്കറായ ഒരു പദമാണ് വേണ്ടത്. അതിവിടെ ദഹബ എന്നാണ്. അപ്പോൾ അസാരി ആനി ദഹബ ഇലൽ മസ്റഅത്തി സ്വബാഹൻ എന്ന് വരും. ഇനി 2മത്തെ ആക്ടിവിറ്റി നക്തുബുൽ മുളാരിയ ലിഹാദിഹിൽ അഫ്ആലി, ഈ ഫീലുകളൊക്കെ മുളാരിയ എഴുതി കൊടുക്കാനാണ്. ഇവിടെ 1മത്തത് കാന, കാൻ്റെ മുളാരി യക്കൂനു എന്നാണ്. യക്കൂനു. ഇനി 2മത്തത് സല്ലമ, സല്ലമൻ്റെ മുളാരി യുസല്ലിമു എന്നാണ്. യുസല്ലിമു.
മൂന്നാമത്തത് സഅല. സഅലൻ്റെ മുളാരി എന്താ? യസ്അലു. യസ്അലു. ഖറജൻ്റെ നാലാമത്തത് ഖറജ എന്നാണ്, അതിൻ്റെ മുളാരി യഖ്റുജു. അഞ്ചാമത്തത് ഫതഹ. ഫതഹൻ്റെ മുളാരി യഫ്തഹു. ആറാമത്തത് അമില. അമിലൻ്റെ മുളാരി യഅമലു. ഒന്നുകൂടി നോക്കാം. കാന യകൂനു, സല്ലമ യുസല്ലിമു, സഅല യസ്അലു, ഖറജ യഖ്റുജു, ഫതഹ യഫ്തഹു, അമില യഅമലു. ഇങ്ങനെയാണ് മുളാരിയായിട്ട് വരിക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുളാരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫത്തഹും കസ്റോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹർക്കത്തുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാൽ, അതേപോലെ അക്ഷരങ്ങൾ മാറിയാലൊക്കെ മുഴുവനായിട്ട് തെറ്റും, മാർക്കൊക്കെ പോകും. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തത് നുതമ്മിമു, പൂരിപ്പിക്കാനാണ്. അവസാന ഭാഗം കുറച്ച് വിട്ടുപോയിട്ടുണ്ട്, അത് പൂരിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് യഖ്റഅന, യശ്ഗൽന, ഹുമാ ഫിഅലാനി മുളാരിആനി ലിൽ ജംഇ ഡാഷ്. യഖ്റഅന യശ്ഗൽന എന്നുള്ള പദങ്ങൾ അവ രണ്ടും മുളാരി ആയ രണ്ട് ഫീലുകളാണ്. അത് ലിൽ ജംഇ, ജംഉ ആണ്. പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കണ്ടെന്താ ഇതാ അൽ മുഅന്നസിൽ ഗായിബി, ലിൽ ജംഇൽ മുഅന്നസിൽ ഗായിബി എന്നാണ് അവിടെ വേണ്ടത്. ഹുമാ ഫിഅലാനി മുളാരിആനി ലിൽ ജംഇൽ മുഅന്നസിൽ ഗായിബി. രണ്ടാമത്തേത് തദ്റുസു തഖ്നുതു, ഹുമാ ഫിഅലാനി മുളാരിആനി ലിൽ മുഫ്രദി ഡാഷ്. തദ്റുസു തഖ്നുതു ഇവ രണ്ടും മുളാരി ആയ രണ്ട് ഫീലുകളാണ്. ഇനി അതിൻ്റെ ആ സീഗയാണ് ഇവിടെ കൊടുക്കുന്നത്, നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട സീഗയാണ്. ലിൽ മുഫ്രദി കഴിഞ്ഞിട്ട് അൽ മുഅന്നസിൽ ഗായിബി എന്നാണ് ചേർക്കേണ്ടത്. മുഅന്നസിൽ ഗായിബി, ഹുമാ ഫിഅലാനി മുളാരിആനി ലിൽ മുഫ്രദിൽ മുഅന്നസിൽ ഗായിബി. ഇനി മൂന്നാമത്തത് ഖാലത്ത്, അമ്മത്ത്, കാനത്ത് കുല്ലുഹാ അഫ്ആലുൻ മാദിയത്തുൻ ലിൽ മുഅന്നസി ഡാഷ്. ഖാലത്ത്, അമ്മത്ത്, കാനത്ത് ഇവ എല്ലാ ഫീലുകളും, ഈ ഫീലുകളൊക്കെ മാളിയാണ്, മുഅന്നസാണ്. പിന്നെ അവിടെ കുറച്ചും കൂടി വിട്ടുപോയിട്ടുണ്ട്. അൽ മുഫ്രദിൽ ഗായിബി എന്നാണ് അവിടെ വേണ്ടത്. അൽ മുഫ്രദിൽ ഗായിബി കുല്ലുഹാ അഫ്ആലുൻ മാദിയത്തുൻ ലിൽ മുഅന്നസിൽ മുഫ്രദിൽ ഗായിബി. നാലാമത്തത് യുസല്ലിമൂന, യസ്തരിഹൂന, യഅമലൂന കുല്ലുഹാ അഫ്ആലുൻ മുളാരിഅത്തുൻ ഡാഷ്. യുസല്ലിമൂന, യസ്തരിഹൂന, യഅമലൂന ഈ ഫീലുകളൊക്കെ മുളാരിയായ ഫീലുകളാണ്. പിന്നെ അതിൻ്റെ ബാക്കിയും കൂടി ഉണ്ട്. ലിൽ ജംഇൽ മുദക്കരി എന്നാണ് അവിടെ ചേർക്കേണ്ടത്. ലിൽ ജംഇൽ മുദക്കരി കുല്ലുഹാ അഫ്ആലുൻ മുളാരിഅത്തുൻ ലിൽ ജംഇൽ മുദക്കരി. ഇനി അഞ്ചാമത്തത് ഖറജു, കാനു, സഅലു കുല്ലുഹാ അഫ്ആലുൻ മാദിയത്തുൻ ഡാഷ്. ഖറജു, കാനു, സഅലു ഈ ഫീലുകളെല്ലാം മാദിയായ ഫീലുകളാണ്. പിന്നെ എന്തൊക്കെയാണ്? ഡാഷ് ലിൽ ജംഇൽ മുദക്കരി, ജംഉ മുദക്കറും കൂടിയാണത്. അപ്പോൾ കുല്ലുഹാ അഫ്ആലുൻ മാദിയത്തുൻ ലിൽ ജംഇൽ മുദക്കരി എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി നുഅരിബു, അറബിയാക്കി കൊടുക്കാനാണ്. അവിടെ 3 ചോദ്യങ്ങളാണുള്ളത്. 1, ഹാമിദും ഖാലിദും ഖുർആൻ ഓതുന്നവരാണ്. ഹാമിദും ഖാലിദും ഖുർആൻ ഓതുന്നവരാണ്. എങ്ങനെ അറബിയാക്കാം? ഹാമിദുൻ വ ഖാലിദുൻ യഖ്റആനി അൽ ഖുർആന. ഹാമിദും വ ഖാലിദുൻ യഖ്റആനിൽ ഖുർആന. 2, നൗഫൽ യൂണിഫോം ധരിക്കും. നൗഫൽ യൂണിഫോം ധരിക്കും. എങ്ങനെ അത് അറബിയാക്കും? യൽബസു നൗഫലുൻ ബിദ്ലതൻ റസ്മിയത്തൻ. യൽബസു നൗഫലുൻ ബിദ്ലതൻ റസ്മിയത്തൻ. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം മദീനയിൽ ജീവിച്ചു. എങ്ങനെ അത് അറബിയാക്കും? ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീൻ. ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീൻ. ഇനി അഞ്ചാമത്തത് നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്, നമ്മളെ ഭാഷയിൽ എഴുതാനാണ്, അഥവാ അർത്ഥം എഴുതുക. യഖ്ലത്തിൽ ഉമ്മു ഖബ്ലൽ ഫജ്രി. യഖ്ലത്തിൽ ഉമ്മു ഖബ്ലൽ ഫജ്രി. എങ്ങനെ അതിൻ്റെ അർത്ഥം പറയും? പ്രഭാതത്തിന് മുമ്പ് ഉമ്മ ഉണർന്നു. പ്രഭാതത്തിന് മുമ്പ് ഉമ്മ ഉണർന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.